മാറാകട്ടെ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ എനിക്കും ഒരു അവസരം കിട്ടി. ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവം നിങ്ങളെല്ലാവരെയും ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് ഗംഗാധരൻ, വൈഫ് പ്രിയ, 2 മക്കളുണ്ട്. മോള് വെല്ലൂര് പഠിക്കുന്നു, മോൻ +2 പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരു പക്ഷേ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഈ വേലയോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ പറഞ്ഞപ്പോൾ 5 വർഷം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി ഇന്നലെ കുറച്ചു നാൾ മുമ്പ് നടന്ന പോലെ എനിക്ക് തോന്നി, സിസ്റ്ററെ കണ്ട പോലെ. പക്ഷെ 5 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം സമയമായോ എന്ന് എനിക്കൊരു സംശയിച്ച, അത്രയും അടുത്ത് കണ്ട പോലെ തോന്നുന്നു. സ്തോത്രം. നമ്മളങ്ങനെ കണ്ടുകൂട്ടി. അതിനുശേഷം ഇടയിൽ ഇങ്ങനെ സിസ്റ്ററായിട്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ ബന്ധപ്പെടും. വല്ലപ്പോഴൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. എപ്പോഴൊന്നുമില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ഓർമ്മ വരുമ്പോഴൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ഞാൻ ഈ മിനിസ്ട്രി തുടങ്ങിയിട്ട്, ഞാൻ ഇപ്പൊ ചെയ്യുന്ന വേല തുടങ്ങിയിട്ട് ഏകദേശം 7-7.5 വർഷമായി. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് അധികം വേല ചെയ്യുന്നത്. ഞാനൊരു ബൈബിൾ ടീച്ചറാണ്. അതായത് അവിടെ ഗ്രാമങ്ങളിൽ ചെന്ന് വചനം പഠിപ്പിക്കുക എന്നുള്ള ഒരു ചുമതല കർത്താവ് ഏൽപ്പിച്ചേക്കാം. വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവിനായിട്ട് വിശ്വാസികളെ തയ്യാറാക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഓരോ ഗ്രാമത്തിലും ചെന്ന് അവിടെ ഒരു 3 ദിവസം താമസിക്കും, അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് താമസിച്ച് 3 ദിവസം, ഒരു ദിവസം ഒരു 3 മണിക്കൂർ വെച്ച് അവരെ വചനം പഠിപ്പിക്കും. അങ്ങനെ മൊത്തം ഒരു 9-10 മണിക്കൂറത്തെ ഒരു ക്ലാസ് ആണ് അവർക്ക്. അപ്പൊ ആ ക്ലാസ് കഴിയുമ്പോഴേക്കും ഏകദേശം അവര് കർത്താവിന്റെ വരവിനായിട്ട്, അല്ലെങ്കിൽ വരവിനെ കുറിച്ച്, നിത്യജീവനെ കുറിച്ചൊക്കെ വലിയൊരു അവബോധം അവർക്ക് വരും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഏകദേശം 7 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും 2 മാസം അവിടെയും ഒരു 1.5 മാസം നാട്ടിലുമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ വന്നുള്ളൂ. ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റ് ഞാൻ പോകാൻ ആഗ്രഹിക്കുക. എന്നിട്ട് ജനുവരിയിൽ തിരിച്ചു വരും, പിന്നെ ഫെബ്രുവരിയിൽ പോകും. അപ്പൊ ഒരു വർഷത്തേക്കുള്ള ഫുള്ള് ഷെഡ്യൂൾഡ് ആയി കിടക്കുക. ഒരു വർഷത്തേക്ക് മൊത്തം ഷെഡ്യൂൾ ചെയ്ത് കിട്ടും. അപ്പൊ അതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ബീഹാർ, UP, നേപ്പാൾ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നു ചെല്ലും. അങ്ങനെ ഒരുവിധം ഏകദേശം 20ഓളം സംസ്ഥാനങ്ങളിൽ കടന്നു പോയിട്ടുണ്ട് കർത്താവിന്റെ വചനമായിട്ട്. കൂടാതെ നേപ്പാളിലും പോയിട്ടുണ്ട്. നേപ്പാളിൽ ഇടയ്ക്കിട്ട് പോണതാ, അവിടെയും ചെന്ന് താമസിക്കും. അപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. യാത്രയിലും ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് അതുപോലെ നമ്മെ കാത്തു പരിപാലിക്കാം. അതുപോലെ ഒരിക്കൽ മോശയെ പറ്റി തമ്പുരാൻ പറഞ്ഞു. സംഖ്യാപുസ്തകം അതിന്റെ 12-ാം അധ്യായത്തില് 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയാ, എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ഒരു സാക്ഷ്യമാ മോശയെ കുറിച്ച്. ഹീസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ മൈ ഹൗസ്ഹോൾഡ്. അപ്പോ ദൈവം അങ്ങനെ ഒരു സാക്ഷ്യം ദൈവത്തിന്റെ ദാസനെ കുറിച്ച് പറയാ, വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കേ, എന്നെയും നിങ്ങളെയൊക്കെ നോക്കിയിട്ട് തമ്പുരാൻ അങ്ങനെ പറയാൻ പറ്റുമോ? തമ്പുരാനെ അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ വെരി ഗുഡ്. പക്ഷെ മോശയോട് പറയാമെങ്കിൽ എന്തുകൊണ്ട് എന്നോടും നിങ്ങളോടുമെല്ലാം പറയാൻ പറ്റത്തില്ല? അവ വിശ്വസ്തനായിരിക്കണം. കർത്താവിന് വേണ്ടി വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തനുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുക. കർത്താവിന് വിശ്വസ്തരെ ആവശ്യം. അത് പലപ്പോഴും കർത്താവ് നമ്മെ ടെസ്റ്റ് ചെയ്യും. നാം വിശ്വസ്തരാണോ അല്ലയോ എന്നിങ്ങനെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും പല ടെസ്റ്റിലൂടെയൊക്കെ ഞാനും നിങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും.
അപ്പോ അങ്ങനെയൊക്കെ ആ ടെസ്റ്റിലൊക്കെ വിജയിച്ച് മുന്നേറുമ്പോ ഇതുപോലൊരു സാക്ഷ്യം നിങ്ങളെ കുറിച്ചും ഒരിക്കൽ പറയും ദൈവം. എന്റെ എല്ലാ കുടുംബത്തെ ഹൗസ് ഹോൾഡിലും വെച്ച് വിശ്വസ്തൻ. ഹല്ലേലൂയ. അപ്പോ അതേ മോശയോട് ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തില് മോശ ദൈവത്തോട് അപേക്ഷ കഴിക്കുന്നുണ്ട്. 3-ാം അധ്യായം 26-ാം വാക്യം, 26, 27. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എന്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തല പൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക, ഈ യോർദാൻ നീ കടക്കുകയില്ല. അപ്പൊ മോശയെ കുറിച്ചുള്ള സാക്ഷ്യം എന്താ? എല്ലാ ഹൗസ് ഹോൾഡിലും വെച്ചിട്ടും ഏറ്റവും വിശ്വസ്തനായ മോശ. ആ മോശയോട് പറഞ്ഞു, നീ വാഗ്ദത്ത നാട്ടിലേക്ക് നിനക്ക് കടക്കാൻ പറ്റുകയില്ല. ആ മോശ ദൈവത്തോട് അപേക്ഷിച്ചു എന്നാ പറയണേ, എന്ത്, ഞാൻ ഒന്ന് പോയി കടന്നോട്ടെ. അപ്പൊ മോശ പിന്നീട് ഈ ഇസ്രായേൽ മക്കളോട് പറയുമ്പോ പറയാ, നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾ നിമിത്തം മോശ പറയാ, എന്നോട് കോപിച്ചിരുന്നു. അപ്പോ യഹോവ എന്നോട്, അപ്പൊ യഹോവയോട് പിന്നെ പിന്നെ അപേക്ഷിച്ചപ്പോ യഹോവ മതി, ഈ കാര്യത്തെ കുറിച്ച് എന്നോട് ഇനി പറയണ്ട. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. വിശ്വസ്തനായ മോശ. ആ മോശയോട് പറയാ മതി. നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ, മോനെ മതി, ഇനി കാര്യം എന്നോട് മിണ്ടിപ്പോകരുത് പറയില്ലേ, നമ്മൾ മക്കളോടൊക്കെ പറയില്ലേ, ഇനി കാര്യം നീ മിണ്ടിപ്പോകരുത്, ബസ്, ദാറ്റ്സ് ഇറ്റ്, ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പൊ മോശയോട് അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കണേ. വാഗ്ദത്ത നാട്ടിലേക്കുള്ള എൻട്രി മോശയ്ക്ക് ഡിനൈ ചെയ്തതാ. അത് മോശ പറയണ, ഞാൻ കാരണമില്ല, നിങ്ങൾ കാരണം എന്റെ എൻട്രി ഡിനൈ ചെയ്തു. അപ്പൊ നോക്കണേ, നമ്മുടെ എൻട്രി വാഗ്ദത്ത നാട്ടിലേക്ക്, അതായത് നിത്യതയിലേക്കുള്ള നമ്മുടെ എൻട്രി ഏതെല്ലാം കാര്യത്തില് ഡിനൈ ചെയ്യപ്പെടും എന്ന് ഒന്ന് പലപ്പോഴും ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച്. ഹല്ലേലൂയ. കർത്താവിന്റെ നാം വേല ചെയ്യുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, വചനം വായിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നല്ല ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടാകാം. പക്ഷേ നിത്യതയെ കുറിച്ച് വരുമ്പോ ദാറ്റ് ഈസ് ഓൾ ടുഗദർ ഡിഫറെന്റ് മാറ്റേഴ്സ്. ചിലപ്പോ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ടായിരിക്കാം, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം നൽകും. അതുപോലെ ഞാൻ കർത്താവിനോട് വേല ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിത്യത എന്ന് വരുമ്പോ ദാറ്റ് ഈസ് ഓൾ ടുഗദർ ഡിഫറെന്റ്. സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോൾ ഹല്ലേലൂയ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർ, അത് ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷെ സാധ്യമാണ്. യേശു കൂടെ ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടേതായ ഈ ജീവിതത്തില് പലതരത്തിലുള്ള ടെസ്റ്റുകൾ വരാം, പലവിധത്തിലുള്ള ദൈവം നമ്മളെ പരീക്ഷിച്ചേക്കാം, എത്രത്തോളം നാം വിശ്വസ്തനാണോ അല്ലയോ എന്ന്. പക്ഷെ അവിടെ നിന്നും തോറ്റുപോകാതെ മുന്നേറണം. അപ്പൊ ഈ മോശയ്ക്ക് സംഭവിച്ചത് നോക്കിയേ. ഇത്രയും വിശ്വസ്തനായ മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കാൻ പറ്റിയില്ല. അവിടെ പറഞ്ഞു, നീ പിസ്ഗയുടെ മുകളിൽ കയറി ഒന്ന് നോക്കിക്കണ്ടോ. ഈ 40 വർഷം ഈ ജനത്തെ മേയിച്ചു കൊണ്ടുവന്നു മരുഭൂമി കൂടെ, എന്നിട്ട് എന്ത് കിട്ടിയ അവസാനം? ഹല്ലേലൂയ. ഞാൻ മോശയെ ക്രിട്ടിസൈസ് ചെയ്യല്ല, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ വേറൊരു തലം, മോശയുടെ വേറൊരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. 40 വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചിട്ട് അവസാനം അവര് കാരണം മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കാൻ പറ്റിയില്ല. അപ്പൊ പലപ്പോഴും ചിന്തിക്കണം, നമ്മോട് കൂടെ ആരൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് ചിന്തിച്ചേക്കണം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ അതിന്റെ കൂടെ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില്
പറയാ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അതിനുശേഷം 13-ാം വാക്യത്തിൽ പറയാ, ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ഇവിടെ നോഹയോട് പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ജനം മുഴുവൻ അതിക്രമം കൊണ്ട് വഷളായിരിക്കും. ദേ ആർ കറപ്റ്റഡ് പീപ്പിൾ. ഞാൻ അവരെയൊക്കെ നശിപ്പിക്കാൻ പോവാ. നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. അതിനു വേണ്ടി ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം പണിതേക്കാം. നോഹയോട് കൊടുത്ത ആജ്ഞ. അത് നോഹ അതുപോലെ അനുസരിച്ചു. ഒന്നും എതിർത്ത് പറഞ്ഞില്ല. അതുപോലെ അനുസരിച്ചപ്പോ അതിന്റെ ഫലം എന്തായി? നോഹയും നോഹയുടെ കുടുംബവും അക്കരെ നാട്ടിൽ കടന്നു. അതായത് ആ പ്രളയം അതിജീവിച്ച് പുതിയൊരു ജീവിതം തുടങ്ങി. പലപ്പോഴും ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു പ്രതിഫലമായത് ഒരു പുതുജീവിതം, ഒരു പുതിയൊരു ജീവിതം. നാം ചിന്തിക്കാത്ത സ്ഥലങ്ങളിലെ ദൈവം നമ്മെ കൊണ്ട് എത്തിക്കും പലപ്പോഴും. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായത് എന്താ? ഒന്നുമില്ല. നാം പറയുന്നുണ്ടെങ്കിലും അതൊന്ന് ചിന്തിച്ചാൽ ദൈവത്തിന് അസാധ്യമായത് എന്താ? ഒന്നുമില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ അല്ലെ? മരിച്ചവരിൽ നിന്ന് ആദ്യമലും ക്രിസ്തു. അപ്പൊ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ മരിച്ചതിനെ ഉയർപ്പിച്ചവനായ ദൈവം, മരിച്ചവനെ ഉയർപ്പിച്ചവനായ ദൈവം. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന പലതിനെയും ഈ ദൈവത്തിന് ഉയർപ്പിക്കാൻ പറ്റത്തില്ലേ? പറ്റും. നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ മരിച്ചു കിടക്കുകയാണെങ്കിലും അതിനെ ഉയർപ്പിക്കാം അല്ലെ? ലാസറും മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ജനിപ്പിച്ചതാ. അതായത് 4 ദിവസം എന്ന് പറഞ്ഞാൽ സകലവിധ ഓർഗൻസും നശിച്ചു പോയിട്ടുണ്ടാവാം, കുഴരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ അവിടേക്ക് ഒരു പുതിയ ഓർഗൻസ് കൊടുത്തിട്ട് ഉയർപ്പിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത മരിച്ചോട് ഉയർപ്പിക്കുന്ന. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ മരിച്ച എന്തും പുനരുജ്ജീവിക്കാൻ കഴിവുള്ളതാണ് ആദ്യം. നിന്റെ സമ്പത്തും മരിച്ചു കിടക്കുകയാണോ? അതിനെ ഉയർപ്പിക്കും. നിന്റെ താമസ സ്ഥലം മരിച്ചു കിടക്കുന്നതാണോ? അവിടെയും ദൈവം ഉയർപ്പിക്കാൻ ശക്തനാണ്. പക്ഷെ വിശ്വസിക്കണം. നോഹ ചെയ്തതുപോലെ നോഹ പറഞ്ഞത് അതേപടി കേട്ടു. ഒന്ന് ചിന്തിക്കണമേ, നിങ്ങൾ പഠിച്ചുള്ളവർക്ക് അറിയാം അല്ലെ? ആ സമയത്ത് മഴ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിട്ടേ ഇല്ല. അതുവരെ മഴ എന്താണെന്ന് പോലും അറിയത്തില്ല. ആ സമയത്ത് നോഹയെ മഴ പെയ്യും, ആകാശത്തുനിന്ന് വെള്ളം വീഴും. ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവാം, അരെ നോഹ നീ എന്ത് പ്രാന്താ പറയണേ, ആകാശത്തുനിന്ന് വെള്ളം വീഴും, ഇതുവരെ വീണിട്ടില്ല, ഇതെങ്ങനെ വീഴും, അതിന് മഴ എന്ന് വിളിക്കുക എന്നുവെച്ചാൽ അങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും വിശ്വസിച്ചു. എന്നിട്ട് അതുപോലെ പെട്ടകം പടന്നു. അതിന്റെ റിസൾട്ട് എന്താ? നോഹി കുടുംബവും രക്ഷപ്പെട്ടു. അപ്പൊ ഇവിടുത്തെ പറഞ്ഞു വന്നെന്താ? ജനം വഷളായി തീർന്നു. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. 32 പുറപ്പാട് 32-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, അല്ല അതിന്റെ 8-ാം വാക്യം, 9. ഞാൻ ജനത്തെ നോക്കി, അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു, അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. അപ്പൊ ഇവിടെയും ജനം വഷളായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ മനുഷ്യൻ വഷളായി തീർന്നു. അതേപോലെ തന്നെ ഇവിടെയും ഇസ്രായേൽ ജനം they become corrupted. അപ്പൊ മോശയോട് പറയാ, മോശെ, ഞാൻ ഇവിടെ സകലരെയും നശിപ്പിക്കാൻ പോവാ, നിന്നെ ഒരു ജാതിയാക്കും, നിന്നിൽ നിന്ന് ഞാനൊരു ജാതിയെ ഉണ്ടാക്കും.
അതായത് നോഹയോട് പറഞ്ഞ അതേ വാഗ്ദത്തം ഇവിടെ മോശയ്ക്കും കൊടുക്കുക. നോഹ അതുപോലെ അനുസരിച്ചു. മോശ എന്ത് ചെയ്തു? അതിനുശേഷം വായിച്ചറിയാം, മോശ ഇടിവ് നിന്നു. മോശ ദൈവത്തിന് വലിയൊരു ലെക്ചർ കൊടുത്തിട്ട് പറഞ്ഞു, ദൈവമേ, നീ ഇവരെ നശിപ്പിക്കരുത്, നീ അവരെ അവിടുന്ന് വിടിവിച്ചു കൊണ്ടെന്താ, നീ നശിപ്പിച്ച ജനം എന്തു പറയും, നീ ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ മോശയുടെ ഇന്റർസെഷൻ പ്രയറില് ദൈവം അവരെ നശിപ്പിക്കാതെ വിട്ടു. നോക്കണേ, നോഹയോട് പറഞ്ഞപ്പോ നോഹ പറഞ്ഞതുപോലെ ചെയ്തു, എതിർത്തൊന്നും പറഞ്ഞില്ല. മോശയോട് പറഞ്ഞപ്പോ മോശയ്ക്ക് മേ ബി ഇസ്രായേൽ മക്കളോടുള്ള സ്നേഹം കാരണമായിരിക്കാം, അറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇടിവ് നിന്നു. നല്ലതാ ഇടിവ് നിൽക്കുന്ന. പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം, നാമൊക്കെ പ്രാർത്ഥിക്കുമ്പോ ആരൊക്കെ എങ്ങനെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർത്തോണം. എന്ത് വിഷയം പറഞ്ഞാലും ചാടിക്കയറി പ്രാർത്ഥിച്ചേക്കരുത്. അത് ദൈവഹിതമാണോ എന്നുകൂടി ഒന്ന് ചിന്തിച്ചേക്കണം. ഇവിടെ നോക്കണേ, നോഹയോട് പറഞ്ഞു ഗോപന്മാരെ കൊണ്ട് പെട്ടകം ഉണ്ടാക്കാൻ, ഞാൻ ഇവിടെയൊക്കെ നശിപ്പിക്കാൻ പോവാ. നോഹ ഇടിവ് നിന്നില്ല ജനത്തിന് വേണ്ടിയിട്ട്. ഇവിടെ മോശയോട് പറഞ്ഞു, ഞാൻ ഇവിടെ നശിപ്പിച്ച് നിന്നെ ജാതിയാക്കെന്ന് പറഞ്ഞ മോശ ഇടിവ് നിന്നു. ജനത്തെ നശിപ്പിച്ചില്ല ദൈവം. മോശയുടെ പ്രാർത്ഥന കേട്ടു. അത് പോരാണ്ട് ഈ സംഖ്യാപുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 12-ാം വാക്യം, ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയുകയും നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. രണ്ടാമത്തെ തവണ വീണ്ടും മോശയോട് പറയാ, ഞാൻ ഇവരെ നശിപ്പിക്കും, നിന്നെ ഞാനൊരു ജാതിയാക്കും. വീണ്ടും അവിടെ ഇന്റർസെസറി പ്രയറാ മോശയുടെ. വീണ്ടും മോശ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുക. വേണ്ട കർത്താവേ, അങ്ങനെ ചെയ്യരുത്. മോശയുടെ ഈ 2 പ്രാർത്ഥനകളും നോക്കുമ്പോൾ അറിയാം, മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെ വേണമെന്നുള്ള വലിയൊരു പാഠം നമുക്ക് അവിടുന്ന് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന അതർ സൈഡ് ഓഫ് ദ തിങ്, നാം ചിന്തിച്ചതും കേട്ട അതർ സൈഡ്. രണ്ടാമതും മോശയോട് പറഞ്ഞു, മോശെ, ഞാൻ ഇവിടെ നശിപ്പിക്കും, ഇവർ ദുഷ്ടതയുള്ള ജനമാ, ദുശാഠ്യമുള്ള ജനമാ, ഞാൻ നിന്നിൽ നിന്നൊരു ജാതിയെ ഉളവാക്കാം. വേണ്ട കർത്താവേ, അങ്ങനെ ചെയ്യരുത്. കർത്താവ് അവിടെയും പ്രാർത്ഥന കേട്ടു. എന്നിട്ട് നശിപ്പിച്ചില്ല. ഇതിന്റെ പ്രതിഫലനം എവിടെയാ വന്നെന്നറിയോ? നമ്മൾ നേരത്തെ വായിച്ചില്ലേ, ആവർത്തനം 3-ാം അധ്യായത്തില്, നിങ്ങൾ കാരണം എന്നോട് കോപിച്ചു. ദൈവം ഇവരെ നശിപ്പിച്ച് മോശയിൽ നിന്ന് ഒരു ജനതയെ ഉളവാക്കാമെന്ന് പറഞ്ഞപ്പോ ഇടിവ് നിന്നത് കാരണം ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടപ്പോ മോശയുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം അവര് കാരണം നിന്നുപോയി. പലപ്പോഴും നാമും ഒന്ന് ചിന്തിച്ചേക്കണം. എപ്പോഴും പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ ആർക്കും ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ പലപ്പോഴും ദൈവഹിതപ്രകാരം വരുന്ന കഷ്ടതകളുണ്ട്, ദൈവഹിതപ്രകാരം വരുന്ന അസുഖങ്ങളുണ്ട്, ദൈവഹിതപ്രകാരം വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാതെ അവർക്ക് വേണ്ടി ചാടിക്കേറി പ്രാർത്ഥിക്കുമ്പോ, അല്ലെങ്കിൽ അവര് ഇങ്ങനെയുള്ള മോശയ്ക്ക് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞു വരുന്നു. ഹല്ലേലൂയ. കൂടാതെ ഈ എന്തുകൊണ്ട് മോശ ഇവര് കാരണം മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കാൻ സാധിച്ചില്ല? അതിനൊരു കാരണമുണ്ട്. സംഖ്യാപുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, അതിനു മുന്നേ ഒരു വാക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ന്റെ 38 വായിച്ചിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 37. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമസേസിൽ നിന്നും സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അത് പുറപ്പാടിന് മിസ്രൈമിൽ നിന്ന് 6 ലക്ഷം ഇസ്രായേൽ പുരുഷന്മാർ ഈ യാത്ര പുറപ്പെട്ടു. അതിന്റെ അടുത്ത വാക്യം വായിച്ചട്ടെ. വലിയൊരു സമ്മിശ്ര പുരുഷാരവും
ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോട് കൂടെ പോന്നു. 6 ലക്ഷം ഇസ്രായേലി പുരുഷന്മാരെ കൂടാതെ സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങൾ അവരോട് കൂടെ പോന്നു. അപ്പൊ സമ്മിശ്ര പുരുഷാരം, മിക്സ്ഡ് മൾട്ടിറ്റ്യൂഡ്. ആരായി സമ്മിശ്ര പുരുഷാരം? അത് ഇസ്രായേൽ മക്കളല്ല, മിസ്രൈമിലുണ്ടായിരുന്ന മിസ്രൈമില്. മേ ബി ഒരു പക്ഷെ ഇസ്രായേൽ മക്കളോട് കൂടെ പണിയെടുത്തിരുന്ന മിസ്രൈം അടിമകളായിരിക്കാം, അല്ലെങ്കിൽ മിസ്രൈം വിട്ട് ഓടിപ്പോകുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനമായിരിക്കാം, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളോട് താല്പര്യമുള്ള ഒരുപറ്റം ജനമായിരിക്കാം. അപ്പോ 6 ലക്ഷം ഇസ്രായേൽ പുരുഷന്മാരും ഒരു കുടുംബവും കൂടി വന്നപ്പോ അവരോട് കൂടെ ഒരു സമ്മിശ്ര പുരുഷാരം. മോശയെ മിസ്രൈമിലേക്ക് അയച്ചത് എന്തിനാ? ഇസ്രായേൽ മക്കൾക്കുള്ള വിടുതൽ, അവരെ വിടുവിച്ചു കൊണ്ടുവരാനാണ്. ഇവിടെ ആദ്യത്തെ ഒരു റോങ് സ്റ്റെപ്പ്. കൂടെ കൂട്ടേണ്ടവനെ കൂടെ കൂട്ടാവൂ, അല്ലാത്തവനെ നീ കൂടെ കൂട്ടിയ നിന്റെ നിത്യതയ്ക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ പറയുന്നത്, അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. 2 കൊരിന്ത്യർ 6:14 അപ്പൊ ആരോട് കൂടെ, ആരൊക്കെ നിന്റെ കൂടെ കൂട്ടണം എന്നുള്ളത് നോക്കണമേ. ഇവിടെ മോശയെ അയച്ചത് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കാനാണ്. പക്ഷെ അവരോട് കൂട്ടത്തില് പോന്നോട്ടെ, അവര് പാവങ്ങളല്ലേ എന്ന് വെച്ചിട്ട് ഒരു സമ്മിശ്ര പുരുഷാരം, ഒരു മിക്സ്ഡ് മൾട്ടിറ്റ്യൂഡും കൂടെ ഇസ്രായേൽ മക്കളോട് കൂടെ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഇനി സംഖ്യാപുസ്തകം 11 അധ്യായം അതിന്റെ 4 വാക്യം ഒന്ന് വായിച്ച. 4 വാക്യത്തിൽ പറയാം, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അപ്പൊ നോക്കണേ, ഈ സമ്മിശ്ര ജാതി ഇവരുടെ ഇടയിലുണ്ട്. ഈ സമ്മിശ്ര ജാതിയാ സകല പ്രശ്നങ്ങൾക്കും തുടക്കട്ടങ്ങനെ. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കുവാനും ഇവിടെ ഈ ഭക്ഷണം കിട്ടാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞതും എല്ലാം ഈ സമ്മിശ്ര, അതിൽ ഇംഗ്ലീഷിൽ പറഞ്ഞേക്കാം, the rabble who were among them had greedy desires. The rabbles എന്നാണ് ഇംഗ്ലീഷ് വാക്യം, സമ്മിശ്ര റാബിൾസ്. അപ്പൊ ഈ റാബിൾസ്, ഈ മിക്സ്ഡ് സമ്മിശ്ര പുരുഷാരം, ഇവരാണ് എല്ലാ ഷണ്ഠയ്ക്കും തുടക്കമിടുന്നത്. ആവശ്യമില്ലാതെ കുട്ടിക്കൊണ്ടെന്താണ്? ഒരാവശ്യമില്ലാതെ കുട്ടിക്കൊണ്ടെന്താ? പാവ തോന്നിയിട്ട്, ദയ തോന്നി, കരുണ തോന്നി, പോന്നോ. എന്നിട്ട് എന്തായി? ഇപ്പൊ ഇവിടെ പറയാ, ഇവർ ഈവിൾ ഡിസയേഴ്സ് ഉള്ളവരായിരുന്നു. ഈവിൾ ഡിസയേഴ്സ് ഉള്ളതായ ആദ്യം ഇവര് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇസ്രായേൽ മക്കളെ ഏറ്റുപിടിക്കും. ഇങ്ങനെ തുടർന്ന് വരുന്ന ഈ പുറപ്പാടിന്റെ, അതായത് മിസ്രൈം തൊട്ട് കനാൻ ദേശം വരുന്ന ഈ 40 വർഷത്തിനുള്ളില് ഉള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം ഈ സമ്മിശ്ര റാബിൾസ് അമംഗ് ദീസ് ഇസ്രായേൽസ്. അപ്പൊ നോക്കിയ, കർത്താവ് ആദ്യമേ പറഞ്ഞതാ ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോവാന്ന്. മോശ ഇടിപതിന്നു. ഒരു രീതിയില് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചെങ്കിലും ഈ സകല റാബിൾസിന്, ഈ സമ്മിശ്ര പുരുഷാരത്തിന് ദൈവം ഈ മരുഭൂമിയില് അവര് മരുഭൂമിയുടെ മരിക്കാനിട വന്നു. അവരോട് കൂടെ ഇരുന്ന ആൾക്കാർ ഇസ്രായേൽ ജാതികളും ഈ സമ്മിശ്ര പുരുഷാരം വന്ന്, ഈ റാബിൾസ് വന്നപ്പോ ഒരുപക്ഷെ അവരുമായിട്ട് ഇടപഴകി വിവാഹം പോലും ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർ ചെയ്തിട്ടുണ്ട് എന്നെവിടെയും പറയുന്നില്ല. എന്നിരുന്നാലും അതിന് സാധ്യതയുണ്ട്. അപ്പൊ ഇസ്രായേൽ മക്കളുടെ ആ പ്യൂരിറ്റി അവിടെ നഷ്ടപ്പെടുക ഈ സമ്മിശ്ര പുരുഷാരം വരുമ്പോ. അതുകൊണ്ടൊക്കെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോവാ. വേണ്ട കർത്താവേ, നശിപ്പിക്കണ്ട, നീയാണ് അവരെ കൊണ്ടുവന്നത്. വലിയ ലെക്ചറൊക്കെ കൊടുത്തു, ശരി, നശിപ്പിക്കുന്നില്ല. അപ്പോ
അതുകൊണ്ടാ പറയുന്നത്, നാം കൂടെ കൂട്ടേണ്ടത് ആരൊക്കെയാണെന്ന് എപ്പോഴും ചിന്തിച്ചേക്കണം. എന്താ നിത്യതയ്ക്കുള്ള വഴി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതൊന്നല്ല. എളുപ്പമൊന്നും വിചാരിക്കുന്നത് ശരിയല്ല. ഈ മോശയ്ക്ക് വാഗ്ദത്ത നാട് കടക്കാൻ പറ്റാതെ വന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ എത്രയധികം. അതായത് വിശ്വസ്തനെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞ മോശ. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പഠനങ്ങൾ വരുമ്പോഴും അതിൽ നിന്നൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, നിനക്ക് ഹിതമല്ലാത്ത ഒരു വ്യക്തി എന്റെ വണ്ടിയിൽ കയറാൻ പാടില്ല. ഇവിടുന്ന് യാത്ര പോകുമ്പോ യാത്രയ്ക്ക് ഒരാഴ്ച മുന്നേ ഞാൻ ഫാസ്റ്റിംഗ് തുടങ്ങും. ചിലപ്പോ ഒരു 3 ദിവസം ഫാസ്റ്റിംഗ്, ചിലപ്പോ ഒരു 5 ദിവസം ഫാസ്റ്റിംഗ്. അപ്പൊ അതിൽ ചില വിഷയം പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അതാണ് മെയിൻ വിഷയങ്ങൾ. അപ്പൊ ഞാൻ എന്റെ സ്വന്തം വണ്ടിയാണ്, അത് ഓടിച്ച പോവാ. 2-2.5 ദിവസം കൊണ്ട് അവിടെ എത്തും. ചിലപ്പോ മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും പോവുക. അപ്പോ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഞാനിപ്പോൾ ലോണേഴ്സ് ആർ സ്ട്രോങ്ങേഴ്സ് എന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ടല്ല, ലോൺലിനെസ് ഇഷ്ടമാണ്. അപ്പൊ കർത്താവ്, നിന്റെ ഹിതമല്ലാത്ത യാതൊരു വ്യക്തിയും എന്റെ വണ്ടിയിൽ കയറാൻ പാടില്ല. എന്നും അതാ പ്രാർത്ഥന. എന്നുവെച്ചാൽ അങ്ങനെയുള്ളവർ കയറിയാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ യാത്രയെ അത് ബാധിക്കും. അത് പ്രത്യേകം ചിന്തി. അപ്പൊ ആരെങ്കിലുമൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവര് ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തില് ഒന്ന് ചിന്തിക്കും, ലോണേഴ്സ് ആർ സ്ട്രോങ്ങേഴ്സ്. സിംഹം, കാട്ടിലെ രാജാവ് ഒറ്റയ്ക്ക് നടക്കത്തുള്ളൂ. എപ്പോഴും ഒറ്റയാനായിരിക്കും. കാട്ടിലെ ഒറ്റയാൻ ആന. അതുപോലെ സൂര്യൻ ഒന്നേ ഉള്ളൂ, സ്ട്രോങ്ങാ. ഹൃദയം ഒന്നേ ഉള്ളൂ. ദൈവം ബാക്കിയെല്ലാം 2 തന്നു. കണ്ണ് 2 തന്നു, കിഡ്നി 2 തന്നു, കാല് 2 തന്നു, കൈ 2 തന്നു, ചെവി 2 തന്നു. പക്ഷെ ഹൃദയം 1 തന്നുള്ളൂ. അപ്പൊ ഒന്നാണോ? ഒന്ന് മതി. അതായത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് നിന്റെ നിത്യത നഷ്ടപ്പെടും. നിനക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ബുദ്ധിമുട്ടുകൾ വരും. ഹല്ലേലൂയ. പലപ്പോഴും സാത്താനും നമുക്ക് പല കമ്പനികളും തരും. സാത്താൻ പലരെയും നമ്മുടെ അടുത്തേക്ക് വിടും. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടും കൂടെ കൂട്ടാനും മിനിസ്ട്രിയിലേക്കും. നല്ല ദൈവദാസന, നല്ല മാസ്റ്ററാ, നല്ല വിശ്വാസിയാ, കൂടെ കൂട്ടിക്കോ. അതൊക്കെ ആലോചിച്ച് ചെയ്തേക്കണം. അല്ലെങ്കിൽ ചിലപ്പോ സഭ തകരാനും തന്നെ മതി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ ഉള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മെ രക്ഷിക്കാനാണെങ്കിൽ സാത്താന്റെ പദ്ധതികൾ നമ്മളെ തകർക്കാനാണ്. അപ്പൊ അങ്ങനെ സാത്താന്റെ പദ്ധതി സാത്താന്റെ എന്താ അറിയോ, സാത്താൻ കുറെ പ്രലോഭനങ്ങൾ തന്നെ വീഴ്ത്താൻ നോക്കും. പ്രലോഭനങ്ങളിൽ വീണില്ലെങ്കിൽ ഇതിനെ കുറെ ഫേമസ് ആക്കാൻ നോക്കും. ഫേമസ് ആക്കാൻ നോക്കിയിട്ട് അതിലും വീണില്ലെങ്കിൽ കുറെ സമ്പത്ത് തരും. സമ്പത്തിലും വീണില്ലെങ്കിൽ നീ പോണ പോക്കില് ആ പോക്കൊന്ന് സ്പീഡാക്കുന്നിട്ട് ഉന്തും തരും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലേ? നമ്മുടെ മിനിസ്ട്രി ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യും. ഫ്ലറിഷ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല, ബൈബിൾ വായിക്കാൻ സമയം കിട്ടുന്നില്ല, ദൈവത്തോട് അടുത്ത് സമയം ചെലവഴിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പം സാത്താൻ ഹീസ് ഹാപ്പി. സാത്താൻ എന്ന് പറയും, യു ബി റിലീജിയസ് ബട്ട് ഡോണ്ട് ഗെറ്റ് ഇൻ ടു എ റിലേഷൻ വിത്ത് ജീസസ്. നീ റിലീജിയസ് ആയിക്കോ, പക്ഷെ റിലേഷൻഷിപ്പ് വെക്കരുത്. കർത്താവുമായിട്ടൊരു റിലേഷൻഷിപ്പ് നീ വെക്കരുത്, പക്ഷെ റിലീജിയസ് ആയിക്കോളെന്ന് പറഞ്ഞാൽ നീ ചർച്ചിൽ പോയിക്കോ, പ്രാർത്ഥിച്ചോ, ബൈബിൾ വായിച്ചോ, ഫാസ്റ്റിംഗ് പ്രേയറിന് പോയിക്കോ, സൂം മീറ്റിംഗിൽ കയറിക്കോ, എനിക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ കർത്താവുമായിട്ട് റിലേഷൻ വെക്കുമ്പോ അവൻ പണി തരാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ മത്തായി 7:21, കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല.
അല്ലെ? അപ്പൊ ഒത്തിരി പേര് കർത്താവ് കർത്താവ് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നൊരു വാക്യമാണ്, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വാക്യമാണ് മത്തായി 7:21. അതൊന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അതിന്റെ അടുത്ത് വയ്ക്കുക, കർത്താവേ കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും. അപ്പോ നമ്മുടെ മിനിസ്ട്രിയിലൊക്കെ ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടും, ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും, വൻ കാര്യങ്ങളൊക്കെ നടക്കും. ഇതൊക്കെ നടക്കുമ്പോൾ കൂടുതൽ പേടിയാണ്. എന്താ വെച്ചാൽ ഈ ഒരു വക 7:22 നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമായി, കർത്താവ് ഞാനും വരട്ടെ. മോനെ വേണ്ട, അതല്ല. ഇത് അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. കർത്താവ് ആരെയും ഉപയോഗിക്കും. കർത്താവ് കാക്കയെ ഉപയോഗിച്ചു, കാക്ക സ്വർഗത്തിൽ പോവോ? ഇല്ല. കഴുതയെ ഉപയോഗിച്ചു, കഴുത സ്വർഗത്തിൽ പോവോ? ഇല്ല. നെബൂഖദ്നേസർ രാജാവിനെ ഉപയോഗിച്ചു, കിങ് സൈറസിനെ ഉപയോഗിച്ചു. എന്തിനു വേണ്ടി? എന്തിനു പറയണു? ശലോമോൻ രാജാവിനെ, ദൈവത്തിന്റെ ആലയം പണിയാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ജനിച്ചവൻ എന്ന് പറയുന്നു ശലോമോൻ. അതിനു വേണ്ടി ജനിച്ചു. ഹല്ലേലൂയ. ശലോമോന്റെ കാര്യം ആലോചിക്കുമ്പോ 1 രാജാക്കന്മാർ 11-ാം അധ്യായം 11-ാം അധ്യായത്തിലെ ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ അവിടെ ഇതിന്റെ അനേക സ്ത്രീകളെ സ്നേഹിച്ചു. അപ്പൊ കർത്താവ് നേരത്തെ തന്നെ പറയണ്ടായിരുന്നു, നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്. ദ റാബിൾസ്, അസമ്മിശ്ര പുരുഷാരം, അതന്നെ പിന്നെ ഇവിടെ കയറി വരുന്നത്. അവരോട് കൂടിക്കലർച്ചരുത്, അവർ നിങ്ങളോട് കൂടിക്കലർച്ചരുത്, അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അപ്പൊ മോശയോട് കൂടെ ഉണ്ടായിരുന്ന ആ സമ്മിശ്ര ജാതി റാബിൾസ്, ഇവിടെ ശലോമോനും അത് തന്നെ ചെയ്യുന്നത്. അവരെ കൂടെ കൂട്ടി, അവരായിട്ട് ബന്ധം വെച്ചു, വിവാഹം ചെയ്തു. എന്നിട്ട് 6-ാം വാക്യം, തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 10-ാം വാക്യം, യഹോവ ശലോമോനോട് അരുളിച്ച് യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. അപ്പൊ നോക്കണമേ, ശലോമോൻ ദാവീദ് ആലയം പണിയാന്ന് പറഞ്ഞപ്പോ വേണ്ട, അത് ശലോമോൻ പണിയുമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാണ്. ആ ആലയം പണിയാൻ വേണ്ടി ജനിച്ചവനായ ശലോമോൻ ഈ റാബിൾസിനെ കൂടെ കൂട്ടിപ്പോ സമ്മിശ്ര പുരുഷാരം ജാതികളുമായി കൂടിക്കലർന്ന് അവിടുന്ന് കൊടുക്കുകയെടുക്കുകയൊക്കെ ചെയ്തപ്പോ ശലോമോന്റെയും നിത്യത അവിടെ നഷ്ടപ്പെട്ടു. അപ്പോ ഒരുപക്ഷെ ശലോമോൻ പറയാം, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ആലയം പണിതില്ലേ, അതൊക്കെ എന്നെ ഉപയോഗിക്കും, നിങ്ങളെ ഉപയോഗിക്കും. That doesn't mean that we'll get into eternity. That is totally different. നിത്യതയിലേക്ക് എത്തുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരു ഹോളി ലൈഫ് ജീവിക്കുക, അത് മാത്രമാണ് അതിനുള്ള പരിഹാരം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു റാബിൾസ് റാഹേലിന്റെ ജീവിതത്തില് വിഗ്രഹം എടുത്തു വന്ന് കൊണ്ടുവന്നു. ലാബാന്റെ സ്വന്തം അപ്പന്റെ വീട്ടിലുണ്ടായിരുന്ന വിഗ്രഹത്തെ ഒളിപ്പിച്ച് തന്റെ ഭരണത്തില് കയറ്റി. അതൊരു റാബിൾസാണ്. ദാറ്റ് ഈസ് എ റാബിൾ ഇൻ ദ ലൈഫ് ഓഫ് റാഹേൽ. എന്തായി അതിന്? അതുകൊണ്ട് എന്തുണ്ടായി? റാഹേൽ മരിച്ചപ്പോ വഴിയരികിൽ അടക്കം ചെയ്തു. നല്ലൊരു അടക്കം പോലും കിട്ടിയില്ല. ആ സമയത്ത് ലേയോ
ലേയ മരിച്ചപ്പോ അടക്കം ചെയ്തത് എബ്രഹാമിനും യാക്കോബിനും എവിടെയാണോ അടക്കം ചെയ്തത് ഇസാക്കിനെ, എബ്രഹാമിനെ അടക്കം ചെയ്ത അതേ സ്ഥലത്ത് മക്ബേലയില് ലേയനെ അടക്കം ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിലെ ആരൊക്കെ കൂടെ കൂട്ടണമെന്ന് നല്ലവണ്ണം ചിന്തിച്ചേക്കണം കേട്ടോ. എല്ലാവർക്കും വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ പണി കിട്ടും. അപ്പൊ പ്രാർത്ഥിക്കണമെങ്കിലും വിഹിതം നോക്കിക്കോണം. എന്താ വെച്ചാൽ പലപ്പോഴും ഒരു 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 ഉദാഹരണം കൂടി പെട്ടെന്ന് മനസ്സിലേക്ക് ഒന്ന് കൊരിന്ത്യയിലെ ഒന്നാം കൊരിന്ത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തില് അതിന് 5-ാം അധ്യായത്തില് നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നുവോൾ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ കൊരിന്ത്യ സഭയോട് പറയാ, നിങ്ങളുടെ ഇടയിൽ ഒരുവനുണ്ട്. വിശ്വാസിയെ കുറിച്ച് പറയുന്നട്ടോ, ഒരു വിശ്വാസി തന്റെ അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നു, അതായത് രണ്ടാനമ്മയോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നു. ഇതാണ് പാപം എന്ന് പറയാ. ഇത് അന്യജാതികളിൽ പോലും കേട്ടിട്ടില്ല. അന്യജാതികളിൽ പോലും ഇതുപോലത്തെ ഒരു വ്യഭിചാരം കേട്ടില്ല, രണ്ടാനമ്മയോട് കൂടെ ശയിക്കുന്നത്. അതിന്റെ ശിക്ഷ അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോ, ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കണേ, പൗലോസ് അപ്പോസ്തലൻ പറയാ വിധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. I have decided to deliver such a one to Satan. അപ്പൊ പൗലോസിന്റെ അധികാരം നോക്കണമേ. പൗലോസ് പറയാ I have decided to deliver that person to Satan. എന്തിനാ? അപ്പൊ സാത്താന് അവനെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാന്നറിയോ? ജഡസംഹാരത്തിന് എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലാൻ വേണ്ടി. അപ്പൊ സാത്താന്, അപ്പൊ ഒരു കാര്യം ഓർക്കണം, ശരിക്കും നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവദാസന്മാർക്കുള്ള ഒരു അധികാരമായിരുന്നു. അപ്പോ ഈ പൗലോസ് അപ്പോസ്തലൻ പറയാ, അവന് സാത്താന് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിനാ? അവൻ മരണപ്പെടണം. എന്നുവെച്ചാൽ അതുപോലത്തെ തെറ്റ ചെയ്തു. വ്യഭിചാരത്തിന് പഴയ നിയമത്തിലൂടെ ശിക്ഷയാണ് മരണം. അത് പഴയ നിയമം പുതിയ നിയമം ആയാലും എവിടെയായാലും വ്യഭിചാരത്തിന് അതാ. കൂടാതെ അപ്പൊ നാം വിചാരിക്കും, അയ്യോ ഇത്രത്തോളം വലിയൊരു ശിക്ഷ വേണോ മരണം എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അവിടെ പറയുന്നുണ്ട്, എന്തിനാ അങ്ങനെ കൊടുത്തേക്കണെന്നറിയോ? ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനെ. അതായത് ഈ വ്യക്തി, ഈ വ്യഭിചാരം ചെയ്ത വ്യക്തി കർത്താവ് മേഘോന്നതങ്ങളിൽ വരുമ്പോ എടുക്കപ്പെടേണ്ടതിനായിട്ട് ഇന്ന് അവൻ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ കൊടുക്കുക. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോ ജനം പറയും, ഓഹ് അവൻ ഇത്രനാളും കർത്താവ് എന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് നോക്കി വയ്യാണ്ട് കിടക്കണേ, ഇതാണോ കർത്താവ് കൊടുത്ത്? ഇത് ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ പാടൂ? സകലരെയും വിട്ട് എറിഞ്ഞ് സകലതും കളഞ്ഞു വന്നതാ. നാട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് കർത്താവേ എന്ന് പറഞ്ഞ് വന്നതാ. നോക്കി എന്നിട്ട് ഇത്രയും വലിയ അസുഖം വന്ന് കിടക്കുക. പക്ഷേ പൗലോസ് എന്താ പറയാന്നറിയോ? അത് എന്തിനാന്നറിയോ? ഈ അവൻ വ്യഭിചരിച്ചു, രണ്ടാനമ്മയോട് വേദിച്ച് അതിനുള്ള ശിക്ഷ കൊടുക്കണേ. ആ ശിക്ഷ കൊടുത്തില്ലെങ്കില് നരകത്തിയെ പോകും. അപ്പൊ ആ ശിക്ഷ ഇവിടെ കൊടുത്താൽ കാഹളം ധ്വനിക്കുമ്പോ ഈ വ്യക്തി ഉയർത്തും. അപ്പൊ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഈ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി തീർച്ചയായും ഉയർത്തും. നമുക്ക് തോന്നുന്നു എങ്ങനെ ഉയർത്തുന്നു? ആ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇവിടെ തന്നെ കിട്ടി. അതുകൊണ്ട് അപ്പോ സത്യം പറഞ്ഞാൽ ഇത് സ്നേഹം കൂടുതൽ കൊണ്ടല്ല ചെയ്തത്. അപ്പൊ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് ആത്മാവ വലുത്, ശരീരമല്ല. ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് ചിലപ്പോ ശരീരത്തിന് ബലി കൊടുക്കും. പക്ഷെ മനുഷ്യൻ എന്താ ചെയ്തത്? മനുഷ്യന് ആത്മാവല്ല വലുത്, ശരീരം വലുത്. കർത്താവിന് നേരെ തിരിച്ച. ഈ ശരീരം എന്ന് പറയുന്നത് ആരടി മണ്ണിൽ പോവും.
മറ്റേത് അമർത്യമായതാണ്, എന്നേക്കുമുള്ളതാണ് ആത്മാവ്. അപ്പൊ ഈ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശരീരത്തെ ബലി കൊടുത്താൽ ആത്മാവ് രക്ഷയിലേക്ക് എത്തപ്പെടുമെന്നുണ്ടെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും അതിനെ ബലി കൊടുക്കും. അതാ ഇവിടെ സംഭവിച്ചത് അതാ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണേ. അപ്പൊ പൗലോസ് ഈ വ്യക്തിയെ സാത്താനെ ഏൽപ്പിക്കുക, എന്തിനാ? കൊല്ലാൻ വേണ്ടി. അപ്പോ സാത്താൻ എങ്ങനെ കൊല്ലും എന്ന് ചിന്തിച്ചെങ്ങനെ? ഞാൻ പലപ്പോഴും ഇത് ചിന്തിക്കണം. സാത്താൻ പറയും, മോനെ നീ എന്നെ വിട്ടേച്ച് പോയതല്ല യേശു യേശു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ അവര് നിന്നെ എന്നെ ഏൽപ്പിച്ചേക്ക്. എന്തിനാണെന്നറിയോ? നിന്നെ തട്ടാൻ വേണ്ടി. ഇനി അപ്പൊ നീ എവിടെയും പോവില്ല, എന്റെ അടുത്ത് പെട്ടെന്നൊന്നും കൊല്ലില്ല, പതിയെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും പിശാച്. എന്തുകൊണ്ടാ? അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണമേ. അപ്പൊ പിശാച് ഇവനിട്ട് ഓരോ പണികൾ കൊടുക്കുമ്പോ അപ്പുറത്തിരിക്കുന്ന ഇവന്റെ സഹവിശ്വാസികൾക്ക് അറിയോ ഇത് ദൈവത്താൽ വന്നതാണെന്ന്? ഇല്ല. അപ്പൊ അവര് ഇയാൾക്ക് വേണ്ടി കുത്തിരുന്ന് പ്രാർത്ഥിക്കില്ലേ? അപ്പൊ ദൈവത്തിനെതിരെയുള്ള പ്രാർത്ഥനയല്ലേ? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ ദൈവത്തിനെതിരെ പ്രാർത്ഥിക്കുമ്പോ അതിന് വേറെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വേറെ വരും. ഇതൊക്കെ ഒരു എന്താ പറയാ, ആകെ മിക്സായി കിടക്കുന്ന ഒരു സംഗതിയാ ഇതൊക്കെ. അപ്പൊ ഒന്ന് ചിന്തിച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴല്ലേ, പിശാച് പതിയെ ആദ്യം എന്താ പറയാ, ആദ്യം ഒരു ഷുഗറിന്റെ ഒരു അസുഖം കൊടുത്തു, പിന്നെ BP കയറ്റിട്ടു, പിന്നെ ഒരു അപകടം വരുത്തി, പിന്നെ ഒരു ഗാംഗ്രീൻ വന്നു ഷുഗറുള്ള കാരണം, പിന്നെ കാലൊന്ന് മുറിച്ച് കളഞ്ഞു, പിന്നെ ബെഡ് റിഡനായി, മക്കൾ ഉപേക്ഷിച്ചു, അതിന് ഭാര്യ ഉപേക്ഷിച്ചു. ഇങ്ങനെ പതിയെ 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 ഇഞ്ചിഞ്ചായിട്ട് പിശാചാണ്ട് മുഴുവൻ ദേഷ്യം തീർക്കും. പക്ഷെ ഒന്നുണ്ട്, നിത്യത ഭോഗത്തിന്റെ അവന്റെ നിത്യത ഭോഗത്തിന്റെ. ഓ ഒന്ന് ചിന്തിച്ചേക്കണം. ഇങ്ങനെയൊക്കെ ഇപ്പോ ഞാൻ അറിയുന്ന വ്യക്തി ബീഹാറിലെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു ഒത്തിരി വയ്യാതെയായി നാട്ടിൽ വന്നിട്ട് ഒഴിച്ചിലിനൊക്കെ പോയി, ശരിയായില്ല. എന്നിട്ട് വലിയൊരു ഹോസ്പിറ്റലില്, ഞാൻ ആളുടെ പേരും പറയുന്നില്ല, ഹോസ്പിറ്റലും പറയുന്നില്ല, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിസ്റ്റർ ചിലപ്പോ അറിയോ, അപ്പൊ ഞാൻ അത് കാരണം ഞാൻ പറയണില്ല. എന്നിട്ട് വലിയൊരു ഹോസ്പിറ്റലില് ആ വ്യക്തി പോയി. എന്നിട്ട് സകലമാന ടെസ്റ്റും ചെയ്ത്, ഈ സകലമാന ടെസ്റ്റ്, എല്ലാ ടെസ്റ്റുകളും ചെയ്തു, എല്ലാ ടെസ്റ്റും നോർമലാണ്. സകല ടെസ്റ്റ്, അതായത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ടെസ്റ്റുകൾ വരെ ചെയ്തു, അതുപോലത്തെ ടെസ്റ്റുകൾ ചെയ്തു, സകലതും നോർമലാണ്. പക്ഷെ ആ വ്യക്തിക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല, ടെസ്റ്റുകളൊക്കെ നോർമലി. അപ്പൊ ഒന്ന് ചിന്തിച്ചേക്ക്, എന്താവും കാരണം എന്തായിരിക്കാം? ഈ ആത്മതലത്തിൽ നിന്ന് വരുന്ന ഇതുപോലെ, അതായത് നാം ചെയ്ത നമ്മുടെ തെറ്റുകൾ കൊണ്ട് ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ, ബാലശിക്ഷ എന്ന് ബൈബിളിൽ പറയുന്നില്ലേ, അത് തന്നെ. നമ്മൾ ബാലശിക്ഷ എന്ന് പറയുമ്പോ ബാലന് കൊടുക്കുന്ന ശിക്ഷ എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. അതിന് ഇംഗ്ലീഷിൽ ഡിസിപ്ലിനിങ് എന്നാ പറയണത്. പലപ്പോഴും ഞാനൊക്കെ തുടക്കകാലത്ത് ബാലശിക്ഷ എന്ന് പറയുമ്പോ ബാലന് കൊടുക്കുന്ന ശിക്ഷ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകുന്നു. ബാലശിക്ഷ എന്ന് വെച്ചാൽ ഡിസിപ്ലിനിങ് ആ. അപ്പൊ ഈ ഡിസിപ്ലിനിങ് വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്ന് പിന്നോക്കം ഒന്ന് തിരിഞ്ഞു നോക്കുക. ഒന്ന് പിന്നോക്കം തിരിഞ്ഞു നോക്കി നമ്മളെ തന്നെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യുക. എവിടെയാ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നതെന്ന്, എവിടെയാ ഞാൻ ദൈവഹിതം മാറിപ്പോയെന്ന്, എവിടെയാ ഞാൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചെന്ന് ഒന്ന് തിരിഞ്ഞ് ഒന്നും അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തമ്പുരാൻ തന്നെ വെളിപ്പെടുത്തി തരും എവിടെയാ നീ വഴിതെറ്റിപ്പോയെന്ന്. അപ്പൊ ക്ഷമ ചോദിച്ച് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിടുതലും കിട്ടും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും വിടുതൽ കിട്ടും. തിരിച്ചു വരാതിരിക്കുമ്പോഴാണ് ഇതിന്റെ കാഠിന്യം കൂടുന്നത്.
അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം. അപ്പൊ തെറ്റായിരിക്ക സംഭവിക്കാത്ത, എനിക്കും ഒത്തിരി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനും ഇതൊന്നല്ല, ഞാൻ ഓരോ ദിവസവും ഒരു വിശുദ്ധൻ, ഇന്നലത്തെക്കാളും ഒരു വിശുദ്ധനാകാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെക്കാളും ഒരു പടി, ഒരു 1% അല്ലെ 0.5% ഒരു ഇൻക്രീസ് നാളെ. എന്നാലും ചില സമയത്ത് തെറ്റുകൾ സംഭവിക്കും. തെറ്റ് സംഭവിച്ചു എന്ന് അറിയുമ്പോൾ ഉടനടി മുട്ടുമീരുന്ന് കർത്താവെ തെറ്റുപറ്റി ക്ഷമിക്കണം, ഇനി ചെയ്യത്തില്ല എന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് മുന്നേറുമ്പോ ഈ ഡിസിപ്ലിനിങ് ഉണ്ടല്ലോ, ബാലശിക്ഷ, അതൊന്ന് കുറയും. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒത്തിരി പേര് പ്രാർത്ഥിച്ചു, എന്നിട്ടും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ എവിടേക്കോ നിന്റെ ജീവിതത്തില് നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അത് നിനക്ക് മാത്രം അറിയത്തുള്ളൂ, ഒരാൾക്കും അറിയത്തില്ല. നിന്റെ കൂടെയുള്ള നിന്റെ ഭർത്താവിനോ, കൂടെയുള്ള ഭാര്യയ്ക്കോ, മക്കൾക്കോ, അപ്പനോ അമ്മയ്ക്കൊന്നും അറിയുണ്ടാവില്ല. നാം തന്നെ ഒന്ന് പിന്നിലോട്ടൊന്ന് തിരിഞ്ഞ് ഒന്ന് നോക്കി, ആ ജീവിതത്തെ അങ്ങോട്ട് പുറത്തെടുത്തൊന്ന് നോക്കി, എവിടേക്കാ ഞാൻ തെറ്റിപ്പോയെന്ന്. എന്നിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് നെടുമ്പാടൊന്ന് വീണേ. അപ്പൊ മുകളിൽ നിന്ന് അസുഖത്തിനുള്ള മരുന്നുകൾ എത്തിക്കോളും. ഹല്ലേലൂയ. താനെ സൗഖ്യം വരും. ഞാൻ വീണ്ടും പറയാം, തെറ്റ് സംഭവിക്കാത്ത ആരുമില്ല, തെറ്റ് ചെയ്യാത്ത ആരുമില്ല. തെറ്റ് ആർക്കും പറ്റും. പക്ഷെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാ കൃപ ലഭിക്കും. തെറ്റേറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ കൃപ ലഭിക്കും. ഹല്ലേലൂയ. വേറൊന്നുണ്ടേ, ശിംശോന്റെ ജീവിതത്തിൽ നോക്കണമേ. ഒരു സ്ത്രീ കാരണം അവന്റെ കർത്താവ് കൊടുത്ത കൃപ മൊത്തം നഷ്ടപ്പെടുത്തി. ദൈവം എന്നോടും നിങ്ങളോടുമൊക്കെ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ടാകും അല്ലെ, ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും നേരിട്ടും അല്ലാതെയൊക്കെ. പക്ഷെ നിനക്ക് കിട്ടിയ ദർശനം എല്ലാവരോടും പറഞ്ഞു നടക്കല്ലേ. ശിംശോനെ പോലെ തകർക്കാൻ പിശാച് കാത്തുക്കിട്ടും. അപ്പൊ ദർശനങ്ങള് നീയും ദൈവവും തമ്മിലാണ്. അത് സാക്ഷ്യം എന്ന രൂപേണ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ളതല്ല. അത് പറയുമ്പോ ശിംശോന് സംഭവിച്ച പോലെ, ശിംശോന്റെ രഹസ്യം, ശിംശോനുള്ള രഹസ്യം, ബലത്തിന്റെ രഹസ്യം എന്താണെന്ന് ദലീല പിന്നെയും അവസാനം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അവസാനം എന്താ, അവൻ തന്നെ ബുദ്ധിമുട്ടായി. നിന്റെ ദർശനത്തിന്റെ രഹസ്യം നീ നിന്നോട് കൂടെ വെച്ചേക്കണം. അത് നിന്റെ ഭാര്യയോടോ ഭർത്താവിനോടായാലും, ഭാര്യയോടായാലും, മക്കളോടായാലും, മാതാപിതാക്കന്മാരോടായാലും, പാസ്റ്ററോടായാലും പറഞ്ഞേക്കരുത്. അത് നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ളതാണ്. ഇതൊക്കെ റാബിൾസാ, ജീവിതത്തിലത്തെ റാബിൾസാ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് തന്നെ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ഒന്ന് പ്രത്യേകം നമ്മുടെ ജീവിത മുന്നോട്ടുള്ള പ്രയാണത്തില് ആരൊക്കെ കൂടെ കൂട്ടണം, ആരൊക്കെ കൂടെ കൂട്ടാവൂ എന്നുള്ളതൊക്കെ എപ്പോഴും ചിന്തിച്ചേക്കണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം നിശ്ചയില്ലെങ്കിൽ സാധാരണ ഞാനൊക്കെ ഇങ്ങനെ കർത്താവേ നിന്റെ ഹിതം എന്താണെങ്കിൽ അത് നടക്കട്ടെ, ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, അപ്പൊ നിന്റെ ഹിതം ഈ വ്യക്തിയിൽ നടക്കുമാറാക്കട്ടെ. അപ്പൊ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ പ്രാർത്ഥന ചോദിക്കുമ്പോ നമുക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കഷ്ടത ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് കഷ്ടതയ്ക്കെതിരെ പ്രാർത്ഥിക്കുമ്പോ ചിലപ്പോ അവർക്ക് വിടുതൽ കിട്ടും. പക്ഷേ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് നമുക്ക് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായ മേ ബി ഇന്ത്യ ജയിച്ചു എന്നിരിക്കട്ടെ, പക്ഷേ ഇന്ത്യയുടെ ഭടന്മാരും മരണപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാനും വേറൊരു വ്യക്തിയും കൂടി ഇടിപിടി കൂടാൻ കഴിഞ്ഞാൽ ഞാൻ ഇടിച്ചവനെ താഴിട്ടാൽ രണ്ടിടി എനിക്കും കിട്ടിണ്ടാവില്ല. ഇത് ഈ സ്പിരിച്വൽ വാർഫെയറിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആത്മീക യുദ്ധത്തിലും വിജയം നമുക്കാ, പക്ഷെ രണ്ടിടി നമുക്കും ചിലപ്പോൾ കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതുപോലുള്ളൊരു വിശുദ്ധി ജീവിതത്തിൽ ഉണ്ടാകണം.
ആ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ഈ മാനസാന്തരം ഡെയിലി ഉണ്ടാകണം. മാനസാന്തരം ഡെയിലി ഉണ്ടാകണം. ഏറ്റു പറഞ്ഞ് മുന്നോട്ട് പോയേക്കണം. ഈ റാബിൾസിനെ കൂട്ട സമ്മിശ്ര പുരുഷാരത്തെ കൂട്ടരുത്. റാബിൾസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് റാബിൾസ് മനുഷ്യന്മാരായിരുന്നു. ശിംശോന് റാബിൾസ് ഒരു ദലീലയായിരുന്നു. ശലോമോന് റാബിൾസ് ഭാര്യമാരായിരുന്നു. അപ്പൊ ഈ റാബിൾസ് പലർക്കും പലതാ. പിശാച് വരെ കൊണ്ടിടുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടുക്കാൻ. ഇസ്രായേൽ മക്കളുടെ ഇടയില് ഈ സമ്മിശ്ര പുരുഷാരത്തെ കൊണ്ടിട്ടത് അവര് കനാൻ ദേശം എത്തരുത് എന്ന് വെച്ചിട്ടുണ്ട്. എത്തിയോ? ഇല്ല. രണ്ടുപേരെ എത്തിയുള്ളൂ. അതില് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൽ രണ്ടുപേരല്ലേ എത്തിയുള്ളൂ. ബാക്കി അപ്പൊ പിശാചിന്റെ പ്ലാൻ വിജയിച്ചോ? ഒരു പക്ഷെ വിജയിച്ചു എന്ന് തന്നെ പറയും. ശലോമോന്റെ റാബിൾസ് എന്ന് പറയുന്നത് അന്യജാതിക്കാരായ ഭാര്യമാരായിരുന്നു. ശലോമോൻ നിത്യപ്പെടാൻ ചാൻസ് ഉണ്ടായി? ഇല്ല. എബ്രായ ലേഖനം വിശ്വാസികളുടെ അധ്യായം വരുമ്പോ അവിടെ ശലോമോന്റെ പേരില്ല. ഇങ്ങനെ ബൈബിളിൽ ഉടനീളം റാഹേലിന്റെ റാബിൾസ് എന്തായിരുന്നു? വിഗ്രഹത്തോടുള്ള സ്നേഹം. ഇങ്ങനെ ഒട്ടനവധി ബൈബിളിൽ നോക്കി കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്താലും നമുക്ക് അവിടെയൊക്കെ ഓരോരോ റാബിൾസിനെ കാണാൻ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തില് വന്നു ഒരു ബർശേബ വന്നു. പക്ഷെ ദാവീദ് മാനസാന്തരപ്പെട്ടു. ദാവീദ് തന്റെ കുറ്റം ഏറ്റു പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ ഒരു നാഥാൻ ഉണ്ടായിരുന്നു ദാവീദിനെ സഹായിക്കാൻ. ഹല്ലേലൂയ. അതുപോലൊരു നാഥാൻ നിന്റെ ജീവിതത്തിലേക്കും കടന്നു വരട്ടെ. പക്ഷെ അങ്ങനെ നിന്നെ നോക്കി നിന്റെ തെറ്റ് ഏറ്റു പറയുമ്പോ നിന്നെ തെറ്റ് ചൂണ്ടിക്കാട്ടിയവനെ നീ ദുരുപദേഷ്ടാവെന്ന് വിളിക്കാതെ, തെറ്റ് ചൂണ്ടിക്കാട്ടിയവനെ അവൻ തെറ്റുകാരാണെന്ന് പറയാതെ നിന്റെ തെറ്റ് നീ മനസ്സിലാക്കി നീ തിരിച്ചു വന്നാൽ ഇന്നത്തെ നിന്റെ കഷ്ടതകൾക്ക് ഒരവധി സംഭവിക്കും. അത് കഷ്ടത എന്തുമായിക്കോട്ടെ, അസുഖമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, പിരിമുറക്കങ്ങളാവാം, ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, ദരിദ്രമായിരിക്കാം, മക്കളില്ലാത്ത അവസ്ഥയായിരിക്കാം, വിവാഹം നടക്കാത്ത അവസ്ഥ, ഇതെല്ലാം ആയിക്കോട്ടെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവം അല്ലെ. അപ്പൊ മരിച്ചു കിടക്കുന്നത് എല്ലാത്തിനും ഉയർപ്പിക്കാം. പക്ഷെ അതിന്റെ വ്യവസ്ഥ എന്താണെന്നറിയോ? മാനസാന്തരം. തെറ്റേറ്റ് പറഞ്ഞ് മുന്നോട്ട് നീങ്ങാം. കൂടെ കൂട്ടേണ്ടവരെ കൂടെ കൂട്ടാവൂ. ഹല്ലേലൂയ. അപ്പോ ഈ എന്റെ യാത്രയില് എന്റെ പ്രാർത്ഥന, കർത്താവേ നിന്റെ ഹിതമല്ലാത്ത യാതൊരു വ്യക്തിയും എന്റെ വണ്ടിയിൽ കയറരുത്. മേ ബി ഒരു സെൽഫിഷ് പ്രാർത്ഥനയാക്കെന്ന് വിചാരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ഒരു റാബിൾസ് എന്റെ കൂടെ കയറി കഴിഞ്ഞാൽ എന്റെ യാത്ര മൊത്തം കോളാവും. ദൈവത്തിന് ഹിതമല്ലാത്തൊരു വ്യക്തി എന്റെ വണ്ടിയിൽ കയറിയ എന്റെ യാത്ര വെച്ച് ഇത്രയും 2600 2700 കിലോമീറ്റർ ഒക്കെ ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോ, രാത്രിയും പകലുമായിട്ട് ഓടിച്ചു പോകുമ്പോ ഒരു ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തി ആ വണ്ടിയിലുണ്ടെങ്കിൽ അത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ ഇതൊക്കെ ദൈവം പഠിപ്പിച്ചതായ സംഗതികളാണ്. ഇതൊക്കെ ദൈവം എന്നെ നേരിട്ട് പഠിപ്പിച്ചതാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഉണ്ടായത് കൊണ്ടാണ് പഠിച്ചത്. അതുകൊണ്ട് നീ എവിടെയായിരുന്നാലും എവിടെയിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ജീവിതത്തില്, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോ ഒന്ന് ഓർത്തേക്കണം ഇതൊക്കെ. ആരോടുകൂടെ പാർട്ട്ണറാവണം? ഇത് പലപ്പോഴും പിശാചും പാർട്ട്ണറെ കൊണ്ടിടും നമ്മുടെ ജീവിതത്തിലേക്ക് തകർക്കാൻ വേണ്ടി. അതൊക്കെ തിരിച്ചറിയുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം, നിത്യതയിലേക്കുള്ള പ്രയാണം എളുപ്പമാവും. നിത്യത നഷ്ടപ്പെടാൻ വരരുത്. കർത്താവിന്റെ വരവ് ഒത്തിരി എടുത്തിരിക്കുക. ഇറ്റ്സ് സോ നിയർ. ഇത് ലോകത്ത് നടക്കുന്ന സകലമായ സംഭവ വികാസങ്ങളും യേശുവിന്റെ ജനനത്തിക്ക് പറഞ്ഞില്ലേ, കാലവസാനം തികഞ്ഞത്
കാലസമ്പൂർണത തികഞ്ഞപ്പോൾ യേശുവിന്റെ ജനനം. അതുപോലെ കാഹളം ധ്വനിക്കാനുള്ള കാലസമ്പൂർണതയ്ക്ക് ഇങ്ങനെ അടുത്ത് എല്ലാ വഴികളും ആ കാലസമ്പൂർണതയ്ക്ക് കാഹളം ധ്വനിയിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇത് ലോകത്ത് നടക്കുന്ന സകല സംഭവ വികാസങ്ങൾ അതാ കാണിക്കുന്നത്. അധികം സമയം ഇല്ല, ഇനി അധികം സമയമില്ല. നമ്മിങ്ങനെ വൃഥാ ഞാൻ എടുക്കപ്പെടുന്നു വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അതൊരു ഒരു ഒരു ഇതില് ഭ്രമമേ ഡാൽത്ത എന്ന് പറയാം. അതായത് ഒരു ഒരു മായക്കാഴ്ചയിൽ നമ്മൾ ആക്കി വെക്കുന്ന സ്ഥലത്താണ്. അത് നീ പോകും, നീ പോകും, നീ പോകും, നീ പോകും. സത്യം പറഞ്ഞ കാഹളം ധ്വനിക്കുമ്പോ അറിയാം എത്ര പേര് എടുക്കപ്പെടുന്നൊക്കെ. അതുകൊണ്ട് മക്കളെ, കാഹളം ധ്വനിക്കുമ്പോ എടുക്കപ്പെടണം. ആ ഒറ്റ ചിന്ത. അതിന് തടസ്സം നിൽക്കുന്നു ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്, ഒന്നും. ആ കാഹളം ധ്വനിക്കാൻ ഒത്തിരി അടുത്തിരിക്കുന്നു. ലോകത്തിലെ സകല സംഭവ വികാസങ്ങൾ അതിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി തയ്യാറാകുക. ഇനി അധികം സമയമില്ല. നമ്മൾ ഇത്രത്തോളൊക്കെ ഈ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഒന്നില്ല. ഇപ്പൊ എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഞാൻ എടുക്കപ്പെട്ടില്ല എന്ന് വെക്കുക. അപ്പൊ എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സ് എന്നോട് പറയും, മോനെ നീയെ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് ലോകസുഖങ്ങളിൽ നിന്നെല്ലാം വർജിച്ച് നടന്നു. ഞങ്ങളോ എല്ലാ ലോകസുഖങ്ങളിൽ നടന്നു. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നരകത്തിൽ പോവുക. അപ്പൊ എന്താ വ്യത്യാസം? അപ്പൊ ഞാനല്ല നല്ലത്, എനിക്കല്ല ഇവിടെ സുഖിക്കാൻ പറ്റിയ. നീ ഇവിടെ സുഖിച്ചില്ല, ഇവിടെയും കഷ്ടത, അവിടെയും കഷ്ടത. നരകത്തിലും കഷ്ടത, ഇവിടെയും കഷ്ടത. അപ്പൊ ഇവിടെ നീ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഏതായാലും ഇറങ്ങി നനഞ്ഞു, ഇനി കുളിച്ച് കയറുക. അതുകൊണ്ടേ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. തെറ്റുകൾ ഞാൻ പിന്നെയും പറയാം, തെറ്റുകൾ സംഭവിക്കാത്തവരാരുമില്ല. പക്ഷെ തെറ്റേറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പൊ ദൈവം കർത്താവ് ക്ഷമിച്ചു എന്ന് വിശ്വസിക്കണം. എന്താ പറയുക, പിശാച് പലപ്പോഴും ഒന്ന് കാതിൽ പറയും, അത് നീ അന്നങ്ങനെ തെറ്റ് ചെയ്തില്ലേ, ഇത്രയും വലിയ തെറ്റല്ലേ, യേശു ക്ഷമിച്ചിട്ടുണ്ടാവോ എന്നിങ്ങനെ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുക. അതിലൊന്നും വിശ്വസിക്കരുതട്ടാ. ഒരു തവണ ഏറ്റു പറഞ്ഞാൽ തമ്പുരാൻ ക്ഷമിച്ചു എന്ന് വിശ്വസിക്കണം. പിന്നെ പലപ്പോഴും അന്നങ്ങനെ സംഭവിച്ചു, ഇന്നെങ്ങനെ സംഭവിച്ചു, ക്ഷമിച്ചിട്ടുണ്ടാവോ, പിന്നെയും തെറ്റേറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഈ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തല്ലുകൊടുപ്പൊക്കെ ചിലപ്പം പറയും, അന്ന് നീ അങ്ങനെ ചെയ്തില്ലേ, 5 വർഷം 10 വർഷം മുന്നത്തെ കാര്യമൊക്കെ എടുത്തിട്ട് പറയും അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന്. അപ്പൊ കർത്താവോട് നമ്മുടെ കർത്താവ് ഞാൻ 5 വർഷം മുന്നേ അങ്ങനെ ചെയ്യും. കർത്താവ് പറയും, എന്റെ പുസ്തകത്തിൽ ആ പാവമില്ലല്ലോ. അതോടെ നിന്റെ മനസ്സിലുണ്ട്, പക്ഷെ എന്റെ പുസ്തകത്തിൽ ആ പാവമില്ല. എന്തുകൊണ്ടാ? ഞാനത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു. അപ്പൊ കർത്താവ് അത് മാച്ചു കളഞ്ഞു. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്നും മാച്ചു കളഞ്ഞില്ലേ. അതാ പിശാചിന്റെ ഇടക്കിട്ട് ഇങ്ങനെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വിശ്വസിക്കും വേണം ദൈവം ക്ഷമിച്ചു എന്ന്. ക്ഷമിക്കും, അപ്പൊ വിശ്വസിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് സമയം അനുവദിച്ചു തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക, അത് ഞാനും എല്ലാവരും ഓർക്കാം. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. വീണ്ടും വല്ലപ്പോഴൊക്കെ വിളിക്കാൻ ചെന്നാൽ വീണ്ടും നമുക്ക് വരാം, വീണ്ടും വചനത്തെ ഒന്ന് കേൾക്കാം. ഓക്കെ, എപ്പോഴെങ്കിലൊക്കെ ഈ മുഖം ഓർമ്മ വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേക്ക. എൻ്റെ പേര് ഗംഗാധരൻ, വൈഫ് പ്രിയ, മകൾ മാളവിക, മകൻ മഞ്ജിത്ത്. ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലോർക്ക് ദൈവം